മലപ്പുറം കൊണ്ടോട്ടിയിൽ ശക്തമായ കാറ്റിലും മഴയിലും വാഴകൃഷി നശിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ 800-ലേറെ വാഴകളാണ് നശിച്ചത്. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മഴക്കാലം നേരത്തെ എത്തിയതോടെ കർഷകരും പ്രതിസന്ധിയിലായി. കൊണ്ടോട്ടിയിൽ വ്യാപകമായി വാഴകൃഷി നശിച്ചു. കൊണ്ടോട്ടി നെടിയിരുപ്പിലെ ചിറയിൽ കുളകണ്ടം പാടത്താണ് ഓണത്തിന് വിളവെടുക്കാനായി കൃഷി ചെയ്ത വാഴകൾ ഒന്നടങ്കം കാറ്റിൽ ഒടിഞ്ഞു വീണത്. ചിങ്ങൻ അബ്ദുൽ മജീദും പടിഞ്ഞാറെ വീട്ടിൽ അയ്യപ്പനും ചേർന്ന് കൃഷി ചെയ്ത കുലച്ച 900 വാഴകളിൽ 800-ൽ അധികം വാഴകളും കാറ്റിൽ കടപുഴകി ഒടിഞ്ഞു വീണു. ഓണം പ്രമാണിച്ചുള്ള ഉണ്ടാക്കിയ വാഴയിരുന്നത് 300 മീറ്റർ അകലത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് നനച്ചുണ്ടാക്കിയ കൃഷിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പാടിലാണ്. ലോൺ എടുത്ത് കണ്ടാണ് ഈ കൃഷി ഉണ്ടാക്കിയത്. പിന്നെ എന്താ വെച്ചത്, നമ്മളെ സ്ഥലമല്ല, പാട്ടത്തിന് വാങ്ങിയുണ്ടാക്കിയ സ്ഥലങ്ങളാണ്. ഇതിന് പാട്ടക്കൂലി കൊടുക്കാൻ ഇപ്പോൾ ഇത് കിട്ടൂല. ഇതിന് ഒരു കഷ്ണം പോലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടൂല. അത്രയും വിഷമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെന്താ എന്താ കിട്ടണ, ഇത് എത്ര ആയാലും വേണ്ടില്ല, നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. 10-25,000 റുപ്യ ഞങ്ങൾ ഈ കണ്ടത്തിന് പാട്ടം കൊടുക്കണം. ഇതിനൊന്നും ഒരു 5 പൈസ പോലും ഇതിനെതിരെ കിട്ടിയിട്ടില്ല. വളരെ നഷ്ടത്തിലാണ്. ലക്ഷക്കണക്കിന് റുപ്യ ഞങ്ങൾക്ക് ഇതിന് ചിലവ് വരുന്നുണ്ട്. 12 കിലോ മുതൽ 17 കിലോ വരെയുള്ള നല്ല വിളവുള്ള കായകളാണ് ഇപ്രാവശ്യം ഉണ്ടായതെങ്കിലും മൂപ്പെത്തും മുൻപേ ഒടിഞ്ഞു വീണതിനാൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. ഓണവിപണിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ വാഴയാണ്. 1000-ഓളം വാഴ ഉണ്ടായിരുന്നു. അത് ഇന്നലത്തെ കാറ്റിലും മഴയിലും ഒരു 600-700 വാഴ ഒറ്റയടിക്ക് തകർന്ന് എന്നാണ് തോന്നുന്നത്. എത്ര എണ്ണം കിട്ടാൻ കഴിയണില്ല. അത്രത്തോളം അത് ഒരു വിഷമത്തിലാണ് ഇപ്പോൾ തകർന്ന് കിടക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതിലാണ്. എന്താ പറയുക, ഞങ്ങൾ ലോണും മറ്റും മറിച്ചൊക്കെ എടുത്ത് ചെയ്ത കൃഷിയാണിത്. എന്താണ് ഇതെന്താണെന്നാലും ഇന്നലത്തെ കാറ്റിലും മഴയത്തും ഉണ്ടായ സംഭവമാണ്. ഇത്രത്തോളം ഭയങ്കര നഷ്ടമാണ്. സങ്കടം സഹിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. 2 ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് കൃഷി ഇറക്കിയത്. കടുത്ത വേനലിൽ ദൂരത്തു നിന്നും വെള്ളം കൊണ്ടുവന്ന് നനച്ചാണ് കൃഷി പരിപാലിച്ചിരുന്നത്. 63 വയസ്സുകാരനായ അയ്യപ്പന് ചെറുപ്പം മുതലേ കൃഷിയാണ് ഉപജീവന മാർഗം. വാഴയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ചെറിയ പ്രതീക്ഷ നൽകുന്നു. ജനം, മലപ്പുറം.